ഹലോ ഗൈസ്, എല്ലാവർക്കും ഹിൽടോപ്പ് കിച്ചൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തീവൻ സീനാണ്. നിങ്ങളെല്ലാം തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അതായത് ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസാണ് തന്നിരിക്കുന്നത്. അപ്പം വീണ്ടും നമ്മൾ ഇതിലും മനോഹരമായിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രചോദനം നിങ്ങൾ തന്നെയാണ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ചോക്ലേറ്റ് പിസ്സ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന വിശ്വാസത്തോടെ ഞാൻ എല്ലാവരെയും ഹാർദവുമായി എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം ടു ഹിൽടോപ്പ് കിച്ചൺ. പിസ്സ ഡോയ്ക്ക് ആവശ്യമുള്ള ഡ്രൈ ഈസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൈ ഈസ്റ്റ് ആദ്യം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വയ്ക്കാം. അപ്പോൾ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവട്ടെ. അപ്പോൾ ഈസ്റ്റിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്, അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈസ്റ്റ് അവിടെ മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് പിസ്സയുടെ ഡോ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തേക്കുന്നത് മൈദയാണ്. കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊരു ഡോയായിട്ട് മാറ്റാം. നല്ല കാറ്റുണ്ടല്ലോ ഇന്ന്. അതെ അതെ. ഇന്ന് എന്താണെന്നറിയില്ല, ഇവിടെ നല്ല കാറ്റാണ്. ചെറുതായിട്ടൊരു കാര്യം മറന്നുപോയി ഗൈസ്, ഈസ്റ്റ് ഇട്ടില്ല. അപ്പോൾ ഈസ്റ്റ് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിലാക്കിയ ഈസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഡോ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചു, അതിലേക്ക് നമ്മുടെ ഡോ മേശയിൽ വെച്ച് കൊടുക്കും. ഇതിനി കവർ ചെയ്ത് വെക്കാം. ഇവിടെ ഇരിക്കും കുറച്ച് നേരം. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഉറുമ്പൊക്കെ വരുന്നതിന് മുമ്പ് സംഭവം നമുക്ക് തീർക്കണം. നൈസായിട്ട് പണി കിട്ടും. 2 തക്കാളി കട്ട് ചെയ്യാം. ചെറിയ തക്കാളിയാണ്. അപ്പോൾ ഓക്കെ, തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്ലേവറിനായിട്ട് കുറച്ച് തുളസിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ തുളസിയിലയും കൂടെ കട്ട് ചെയ്തിടാം.
ഇനി പിസ്സയുടെ ടോപ്പിങ്ങിനുള്ള സോസ് ഉണ്ടാക്കാം നമുക്ക്, അല്ലേ? ഇത് ചൂടാവട്ടെ. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ഒഴിച്ചു കൊടുക്കുക. തുളസിയിലയും കൂടെ ഇട്ടു. അപ്പോൾ തക്കാളി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കാം. മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഇട്ട് നോക്കാം. സെറ്റ്. അപ്പോൾ നമുക്കിതെല്ലാം ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ചോക്ലേറ്റ് മെൽറ്റ് ആയിക്കോളും, ചെറിയ ചൂട് മതി. നന്നായിട്ട് മിക്സ് കൊടുത്താൽ മതി. ഏകദേശം ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ആ തുളസിയിലയുടെ ടേസ്റ്റും ആ തക്കാളിയുടെ ചെറിയ പുളിയും ആ ചോക്ലേറ്റിൻ്റെ മധുരവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല നൈസായിരിക്കും, അല്ലടാ? ഓ, ഇപ്പം തന്നെ കൊതിയായിട്ട് പാടില്ല. കൊതിയാവാൻ പറ്റില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പം തന്നെ പരിപാടി എടുത്താൽ. കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കഴിച്ചു. ഒന്നും പറയാനില്ല. ശേഷം സ്ക്രീനിൽ പിzzയുടെ ബാക്കി പണി തുടങ്ങാം. ഇത് കുറച്ച് ഫ്ലോർ ഡസ്റ്റ് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഇതിൽ പിടിക്കാതിരിക്കാനാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പാനിലാണ് പിസ്സ നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം കരിയണ്ട. ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച ചോക്ലേറ്റ് സോസ് നമ്മൾ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. മാക്സിമം ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം നമുക്ക്. ടൂട്ടി ഫ്രൂട്ടി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കട്ട് ചെയ്ത് വെച്ച ഡേറ്റ്സ് ആണ്. എന്തിനാണ് നമ്മൾ കുറയ്ക്കണത്, അല്ലടാ? പിന്നല്ല, ഡേറ്റ്സ് കട്ട് ചെയ്ത് വെച്ചത് അടുത്താക്കിയിട്ടുണ്ട്.
ലാസ്റ്റായിട്ട് കുറച്ച് ചോപ്പ്ഡ് നട്ട്സ്. ഞാൻ കാഷ്നട്ട് ചോപ്പ് ചെയ്തതാണത്. ചോക്ലേറ്റ് പിസ്സയുടെ ടോപ്പിങ്സ് കഴിഞ്ഞു. ഇനി നമുക്കിത് നൈസായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് മതിയാവും ഇത് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, കുറച്ച് കനൽ വാരി അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. കനലങ്ങനെ എടുക്കും. കല്ലെടുക്കാൻ പറ്റുന്നില്ല. അതെല്ലാം ചെയ്യും, വാരിയിടങ്ങിടും. അതന്നെ ഇത് ആയോ നോക്കാം. ആയിട്ടുണ്ട്. യെപ് മാൻ, സെറ്റ്. നമുക്ക് കഴിച്ചു നോക്കാം. ഇല്ലയോ ഇത് മുറിക്കണ്ടേ? മുറിക്കങ്ങട് മുറിക്കണമെങ്കിൽ നല്ല മിഷൻ പോലെ കൊണ്ടുവരണം. ഇല്ലേ മുറിയുന്നതാ. എനിക്ക് മുറിച്ച ചോപ്പറും കൊണ്ട് പിസ്സ മുറിക്കാൻ പറ്റുന്നതാന്ന് പറഞ്ഞു. എന്ത് കഷ്ടമല്ലേ. സെറ്റ് മാൻ. അയ്യോ ഓക്കെ ഓക്കെ